ബന്ധപ്പെട്ട മുജാഹിദിന്റെ മൗലവിമാരോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഞാൻ ആകെ ഒരു അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വിഷയം. ഉദാഹരണത്തിന് ഉസ്താദ്മാർ പറഞ്ഞ പോലെ മുഹീദ്ദീൻ ഷെയ്ഖിന, അതേപോലെ കണ്ട പിന്നെ ഔലിയാക്കന്മാരെ കുറിച്ച് നമ്മൾ സഹായം ചോദിക്കലുണ്ടല്ലോ, ആ വിഷയം വളരെ ഒരു ശങ്കയുള്ള ഒരു വിഷയമായിരുന്നു അത്. പക്ഷെങ്കിൽ അതിനെപ്പറ്റി ഉസ്താദ് വളരെ വിശദമായിട്ട് ഖുർആനായത്ത് ഓതിക്കൊണ്ട് ഇന്ന് വിശദീകരിച്ചത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക ദൈവം എന്ന നിലക്ക്, ഇലാഹ് എന്ന നിലക്ക് വിളിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഖുർആനായത്ത് ഓതിക്കൊണ്ട് ഇവിടെ പ്രതിപാദിച്ചു. പക്ഷെങ്കിൽ മുജാഹിദിന്റെ ബഹുമാനപ്പെട്ട മൗലവി അതിന് അനുയോജ്യമായ അല്ല വിളിക്കാമെന്നുള്ള ഒരു മറുപടി എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഞാൻ പല കല്യാണ വീട്ടിൽ നിന്നും പല സ്ഥലത്തുനിന്നും ഈ കാര്യത്തിന് വേണ്ടി മുജാഹിദിന്റെ ഒരു അനുഭാവിയായിക്കൊണ്ട് തന്നെ സംസാരിച്ച വ്യക്തിയാണ്. വീണ്ടും അങ്ങനെ ഒന്നും തുടർന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു മുജാഹിദ് പ്രവർത്തകനാകണം, ഹിദായത്തിലേക്കാകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞ വലാത്തദ്ഉഹും എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണം മുജാഹിദിന്റെ മൗലവിമാർ ഇവിടുന്ന് തന്നാൽ വളരെ നല്ലതായിരുന്നു. ഈ അവസരത്തിൽ അതാണ് പറയുന്നത്. ചോദ്യം മുജാഹിദീങ്ങളോടാണ്, സ്റ്റേജിലേക്കല്ല. അതായത് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാർ സാധാരണ ഉദ്ധരിക്കാറുള്ള ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നതൊരു വലിയ പ്രമാണമാണെന്ന് വിശ്വസിച്ച ആളായിരുന്നു. അതുകൊണ്ട് അയാൾ മുജാഹിദിന് വേണ്ടി സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അത് സമർത്ഥിക്കാൻ ഇവിടെ കഴിയാത്ത രൂപത്തിൽ മുജാഹിദ് മൗലവി വിയർക്കുകയും വിറക്കുകയും ചെയ്യുന്ന രംഗം കണ്ടിട്ട് അതിന് വല്ലതും പറയാനുണ്ടെങ്കിൽ അവർ പറയട്ടെ, ഇല്ലെങ്കിൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രനാൾ ശബ്ദിച്ചതിൽ നിന്നും പ്രവർത്തിച്ചതിൽ നിന്നും അനുഭാവിയായതിൽ നിന്നും അയാൾ മാറാനുള്ള അദ്ദേഹത്തിന്റെ ആ ആവേശം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത്.